ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഈ കാണുന്നത് നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രമാണ്. അതിൻ്റെ സ്ട്രക്ചർ ഞാൻ കാണിച്ചുതരാം. എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് ഈ സ്ട്രക്ചർ, അതായത് സാറ്റലൈറ്റ് നോക്കിയാലും ഈ സ്ട്രക്ചർ നമുക്ക് കണ്ട് മനസ്സിലാക്കാം. നമ്മൾ എല്ലാ ആഴ്ചയും വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിൻ്റെ അപ്ഡേഷൻ വീഡിയോ ചെയ്യുന്ന ചാനലാണിത്. എല്ലാവരും നല്ലൊരു സപ്പോർട്ടും തരുന്നുണ്ട്. അതിനാദ്യമായി ഒരു താങ്ക്സ് പറയുകയാണ്. അതുമാത്രമല്ല, നമ്മൾ വിഷ്വലായിട്ടുള്ള അപ്ഡേഷൻ മാത്രമല്ലാതെ നമ്മൾ ഇതിൻ്റെ മെഷർമെൻറ്റ് അപ്ഡേഷൻ എടുക്കാറുണ്ട്. എത്രത്തോളമാണ് നമ്മൾ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് ഏകദേശം മനസ്സിലാവുന്ന രീതിയിൽ ഒരു മെഷർമെൻറ്റ് എടുക്കാറുണ്ട്. നമ്മൾ ഈ വ്യൂ ആവട്ടെ, നമ്മളെ സാറ്റലൈറ്റ് വ്യൂ ആയ സെൻറ്റിനൽ ഹബ് എന്ന് പറയുന്ന സാറ്റലൈറ്റ് വ്യൂവിലൂടെയാണ് നമ്മളിന്ന് മെഷർമെൻറ്റ് നോക്കുന്നത്. നമ്മൾ ബ്രേക്ക് വാട്ടർ ഏതാണ്ട് കംപ്ലീറ്റ് വർക്കായിട്ടുണ്ട്. ബെർത്തിൻ്റെ വർക്ക് എത്രത്തോളം കംപ്ലീറ്റ് ആയിരിക്കുന്നു, വേറെ എന്തൊക്കെ മെഷർമെൻറ്റ് നമുക്ക് ഇന്ന് എടുക്കാൻ പറ്റും, ഇതാണ് ഇന്നത്തെ ഒരു ചെറിയ വിഷ്വലുള്ളത്. നമുക്ക് മെഷർമെൻറ്റിലോട്ട് പോകാം. നമുക്ക് ആദ്യമായിട്ട് അപ്ഡേഷനിൽ പോകേണ്ടത് നമ്മുടെ പോർട്ടിലെ ഏറ്റവും വലിയ വർക്കായ ബ്രേക്ക് വാട്ടറിൻ്റെ സ്ട്രക്ചർ തന്നെയാണ് നമ്മൾ ഈ കാണുന്നത്. അതുതന്നെയാണ് നമ്മുടെ പോർട്ടിലെ ഏറ്റവും വലിയ വർക്ക്. അപ്പോൾ എത്രത്തോളമാണ് നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളതെന്ന് നമുക്ക് ഈ മെഷർമെൻറ്റിലൂടെ കണ്ട് മനസ്സിലാക്കാം. ഇതിങ്ങനെയാണ് നമ്മളെ ബ്രേക്ക് വാട്ടറിൻ്റെ മെഷർമെൻറ്റിലൂടെ പോകുന്നത്. നമുക്ക് സെൻറ്റിനൽ ഹബ് എന്ന് പറയുന്ന സാറ്റലൈറ്റ് വ്യൂവിൻ്റെ സഹായത്തോടെയാണ് നമ്മൾ എത്രത്തോളമാണ് നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓരോ ഘട്ടത്തിലും നമ്മൾ സാറ്റലൈറ്റ് വ്യൂവിൻ്റെ സഹായത്തോടെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക. നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ മെഷർമെൻറ്റിൽ കാണാൻ സാധിക്കുന്നത് 2900 മീറ്ററാണ് നമുക്ക് ഇവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നത്. ഈ 2900 മീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോയിൽ വിഷ്വലായിട്ട് നമ്മൾ കടലിൻ്റെ മുകളിൽ കാണുന്ന സ്ട്രക്ചർ ഘടനയാണ് ഈ 2900 മീറ്റർ. കടലിൻ്റെ അടിയിൽ എത്രത്തോളം വർക്ക് കംപ്ലീറ്റ് ആയെന്ന് നമുക്കറിയാൻ സാധിക്കില്ല. പക്ഷേ നമുക്ക് ഫസ്റ്റ് ഫേസിൽ ആവശ്യമായി വരുന്നത് 2960 മീറ്ററാണ്. ഫസ്റ്റ് ഫേസിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള വരുന്നത് 800 മീറ്റർ ബെർത്തും 2960 മീറ്റർ ബ്രേക്ക് വാട്ടർ വർക്കുമാണ് നമുക്ക് ഫസ്റ്റ് ഫേസിൽ വേണ്ടത്. അതിൽ 2900 മീറ്റർ നമ്മൾ കടലിൻ്റെ മുകളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ കടലിൻ്റെ അടിയിൽ ഉറപ്പായിട്ട് അതിൽ കൂടുതൽ വർക്ക് കംപ്ലീറ്റ് ആയി കാണും. പിന്നെ ചെറിയ വേരിയേഷൻ വരുമെന്ന് പറഞ്ഞതുകൊണ്ട് കൂടുതലായിരിക്കും വർക്ക് കംപ്ലീറ്റ് ആയത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്ന സമയത്തെല്ലാം സ്പ്ലിറ്റ് ബാർജ് ഇവിടെ പാർക്കിങ്ങിലായിരുന്നു. സ്പ്ലിറ്റ് ബാർജിൽ കല്ല് കൊണ്ടുപോകുന്ന നമ്മൾ, അതായത് നാച്ചുറൽ സ്റ്റോൺ കൊണ്ടുപോകുന്ന കണ്ടില്ല. ഇഞ്ചിൻലെസ് ബാർജിലാണ് നമ്മൾ ഈ ഭാഗത്ത് നിന്നും നാച്ചുറൽ സ്റ്റോണുമായിട്ട് പോകുന്നത്. ഈ ഭാഗത്തെല്ലാം തരംതിരിച്ച്, ഇത് PO ബിൽഡിങ്ങിൻ്റെ ബാക്ക് വശമാണ് നമ്മൾ കാണുന്നത്. തരംതിരിച്ച് നാച്ചുറൽ സ്റ്റോൺ ധാരാളമായിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഇഞ്ചിൻലെസ് ബാർജിലും സ്പ്ലിറ്റ് ബാർജിലും പോകുന്നത്. ഈ പറയുന്ന ലോറിയിലെ കല്ല് കൊണ്ട് പോകുന്നതെല്ലാം ഇവിടെ നിന്നാണ് നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ എൻട്രൻസ് ഉള്ളത്. ഈ ഒരു ഭാഗത്തു നിന്നാണുള്ളത്. അപ്പോൾ അത് നമ്മൾ വീഡിയോയിലൂടെ കണ്ടതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ പോവാത്ത കാരണം നമ്മളെ ബ്രേക്ക് വാട്ടറിൻ്റെ കടലിൻ്റെ അടിയിലുള്ള ഭാഗം കംപ്ലീറ്റ് ആയി കാണാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് സ്പ്ലിറ്റ് ബാർജ് ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഇല്ലാത്തത്. അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന ഇഞ്ചിൻലെസ് ബാർജിൽ സ്റ്റോൺ കൊണ്ടുപോയി സൈഡിൽ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ സൈഡിൽ വലിയ സ്റ്റോൺ ഉപയോഗിച്ച് ആ സ്ട്രക്ചർ ഘടനയ്ക്ക് മാറ്റം വരാതെ കുറച്ച് കൊടുക്കും നമ്മൾ കണ്ടുണ്ടായിരുന്നു. അത് മാത്രമാണ് ഇപ്പോൾ നടന്നത്. അത് മാത്രമല്ല, നമുക്ക് ഈ ആക്രോപോഡിൻ്റെ വർക്കുകൾ നമുക്ക് ചെറിയൊരു വൈറ്റ് കളർ കാണാൻ പറ്റും. ആക്രോപോഡിൻ്റെ വർക്കുകൾ നടക്കുന്നു. അതായത് നമ്മുടെ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകൾ നമ്മൾ ഫൈനലായിട്ട് മൊത്തം കംപ്ലീറ്റിലേക്ക്, അതായത് വർക്ക് കംപ്ലീറ്റിലേക്ക് തന്നെയാണ് പോകുന്നത്. വളരെ മാസങ്ങൾ കൊണ്ട് തന്നെയാണ്, വളരെ കുറച്ച് മാസങ്ങളൊക്കെ അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകൾ കൊണ്ട് തന്നെ നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിൻ്റെ ബ്രേക്ക് വാട്ടറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആകുന്നത് ഒരു സന്തോഷമുള്ള വാർത്തയാണ്. കാരണം നമ്മൾ ഓരോ ഘട്ടത്തിലും വീഡിയോ ഷൂട്ട് ചെയ്ത് നമ്മൾ ബ്രേക്ക് വാട്ടറിൻ്റെ സ്ട്രക്ചർ ഘടനയും അതെങ്ങനെയാണെന്നൊക്കെ നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളെ സപ്പോർട്ടും പൂർണ്ണ സപ്പോർട്ടും ഉള്ളത് കൊണ്ട് തന്നെയാണ് പിന്നെയും അപ്ഡേഷനിലേക്ക് പോകുന്നത് തന്നെ. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത് നമുക്കറിയേണ്ടത് ബെർത്തിൻ്റെ എത്രത്തോളം ബെർത്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നാണ് നമുക്കറിയേണ്ടത്. നമുക്ക് ആ വിഷ്വലിലേക്ക് പോകാം. നമുക്ക് ബെർത്തിൻ്റെ മെഷർമെൻറ്റോട്ട് പോകുന്നതിന് മുൻപായി നമുക്ക് ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡോൺ ഡംപിങ് നടക്കുന്ന സ്ഥലത്ത് കടലിൻ്റെ അടിയിലോട്ടാണ് ബാക്കിയുള്ള പണികളെല്ലാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്പ്ലിറ്റ് ബാർജിൽ സ്റ്റോൺ കൊണ്ട് വരാത്ത രീതിയിൽ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ പറയണ്ടേ. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചുറ്റുപാടും കാണുന്നതെല്ലാം ഡാർക്ക് ബ്ലൂ ആണ്. കാരണം നിലവിൽ നമ്മുടെ ഈ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ആവട്ടെ 18 മുതൽ 20 മീറ്റർ വരെ നാച്ചുറൽ ഡെപ്ത് ഇതിനുണ്ട്. അത് 22 മീറ്ററിലോട്ട് മാറ്റുന്നു. അപ്പോൾ അത്രയും ആഴമുള്ള സ്ഥലമാണ് ഇവിടെയെല്ലാം. പക്ഷെ അത് വെച്ചിട്ട് നമുക്ക് ചെറിയൊരു മെഷർമെൻറ്റിലോട്ട് പോകാം. അതായത് നമ്മൾ ഈ എൻഡോൺ ഡംപിങ് നടക്കുന്ന സ്ഥലത്ത് ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് കാണുന്നത്. ഒരു സ്കൈ ബ്ലൂ അല്ലെ ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് കാണുന്നത്. കാരണം
എന്നാൽ ഇവിടെയെല്ലാം ഈ അടിയിൽ തന്നെ നമ്മുടെ നാച്ചുറൽ സ്റ്റോൺ ഫില്ലായി കാണും. അതുകൊണ്ടായിരിക്കും ലൈറ്റ് ബ്ലൂവും ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളും കണ്ടോ, ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളും ഡാർക്ക് ബ്ലൂ ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലൈറ്റ് ബ്ലൂ സൈഡ് കാണുന്ന മെഷർമെൻറ്റ് നമുക്ക് ഏകദേശം എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ എത്രത്തോളം 47-50 മീറ്ററോളം ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് നമുക്ക് കാണാൻ പറ്റുന്ന അത്രയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം ഇത് എത്ര അധികം സൂം ചെയ്താലും നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കില്ല. കാരണം ഇത് തന്നെ കടലിൻ്റെ അടിയിൽ തന്നെ നമുക്ക് 50 മീറ്ററോളം നമുക്ക് അറിയാൻ സാധിക്കുന്നു. കാരണം ആ ഒരു മെഷർമെൻറ്റ് ഇവിടെ എടുക്കുവാണ്, കാരണം നമുക്ക് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ വളരെ കൂടുതൽ, അതിൽ കൂടുതൽ തന്നെ വർക്ക് കംപ്ലീറ്റ് ആയി കാണും. ഇനി നമുക്കടുത്ത് ബെർത്തിൻ്റെ വർക്കിലേക്ക് പോകാം. ബെർത്തിൻ്റെ വർക്ക് അപ്ഡേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ നിന്നും നമ്മളെ ഫസ്റ്റ് ഫേസിൽ ആവശ്യമായിട്ടുള്ളത് 800 മീറ്ററാണ് ബെർത്തിൻ്റെ സ്ട്രക്ചർ ആവശ്യം. 805 മീറ്റർ എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് വേരിയേഷൻ പറഞ്ഞുകൊണ്ടാണ് 800 മീറ്ററാണ് നമുക്ക് ഫസ്റ്റ് ഫേസിൽ ആവശ്യമായിട്ട് വരുന്നത്. നമുക്ക് നിലവിൽ എത്ര മീറ്ററാണ് വർക്ക് കംപ്ലീറ്റ് ആയെന്ന് നമുക്ക് വ്യക്തമായിട്ട് നോക്കാം. ഇവിടെ നിന്നാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇത് ഇവിടെ നോക്കി ഏതാണ്ട് ഇത്രയും വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുന്നുണ്ടോ, ഏതാണ്ട് 656 മീറ്റർ ഏകദേശം കംപ്ലീറ്റ് ആയിരിക്കുന്നു. കോൺക്രീറ്റ് ഇട്ട് ഉപയോഗപ്രദമായ രീതിയിൽ ബെർത്തിൻ്റെ പോർഷൻ കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ പോർഷനാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്, അത് വളരെ വേഗം തീരുമായിരിക്കും ഉണ്ടാവും. ഒരു 30-32 മീറ്റർ കൂടി ഫില്ലായി കഴിഞ്ഞാൽ ഈ പറയുന്ന 650 മീറ്ററോളം ബെർത്തിൻ്റെ സൈഡ് കംപ്ലീറ്റ് ആയിരിക്കും. ഇതിന് വളരെ കുറച്ച് ദൂരം മാത്രമാണ്, നമുക്ക് ഇത്രയും ഭാഗം മാത്രമാണ് ബെർത്തിൻ്റെ പോർഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അത് മാത്രമല്ല നമ്മൾ സ്ഥിരമായിട്ട് ഈ വ്യൂ നമ്മൾ എപ്പോഴും എടുക്കുമായിരുന്നു. കൊണ്ട് ഇത് നമ്മുടെ ഡ്രഡ്ജ് ചെയ്ത മണലും വെള്ളവും കടലിലേക്ക് ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഒരു ബ്രേക്ക് വാട്ടർ കെട്ടുന്നത് പോലെ ഇവിടെ വളരെ കുറച്ച് ആഴം മാത്രമുള്ളത് അവിടെ കെട്ടിയെടുത്തിരിക്കുന്നു. ഇത് കംപ്ലീറ്റ് ആയിരിക്കുന്നു. 228 മീറ്ററാണ് ഇവിടെ നിന്ന് കംപ്ലീറ്റ് ചെയ്ത് യാർഡ് എക്സ്റ്റൻഷന് വേണ്ടിയാണ്. അതായത് ബെർത്തിൻ്റെ എൻഡ് പോർഷനിൽ നിന്നും യാർഡിലേക്ക് എക്സ്റ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ അത് ക്രോസ് ചെയ്ത്. ഇപ്പോൾ അത് കാണാൻ നല്ലൊരു ഷേപ്പ് ആയിട്ടുണ്ട് കണ്ടോ. ഇത് നമുക്ക് ഈ വ്യൂ തന്നെ നമുക്ക് കണ്ട് മനസ്സിലാക്കാം. നല്ലൊരു ഷേപ്പിംഗ് വ്യൂവിലെത്തിയിട്ടുണ്ട്. അതായത് ഇനി യാർഡിൻ്റെ നിലവിൽ ഈ പറയുന്ന ട്രഡ്ജ് ചെയ്ത മണൽ ഉപയോഗിച്ച് യാർഡിൻ്റെ പോർഷൻ ഫില്ല് ചെയ്ത് അതിൻ്റെ മുകളിൽ ഇൻ്റർലോക്ക് ഇട്ട് കഴിയുകയാണ് ഇനി ചെയ്യാനുള്ളത്. അതും വളരെ വേഗം തന്നെ വർക്കെല്ലാം കംപ്ലീറ്റിലേക്ക് പോകുന്നതാണ്. ഇതാണ് നമ്മളെ ബ്രേക്ക് വാട്ടറിൻ്റെയും ബെർത്തിൻ്റെയും ഏകദേശം അപ്ഡേഷൻ. ഇനി ഞാൻ സ്ഥിരമായിട്ട് കാണിക്കുന്ന പോലെ എല്ലാവർക്കും സംശയം കാണും, നമ്മൾ പല ഷിപ്പും ഇനി വരാൻ പോകുന്ന ഷിപ്പും ഇവിടെ നിന്നാണ് വളഞ്ഞിട്ട് പോകുന്നത്. അതായത് ഈ ക്രെയിൻ അൺലോഡ് ചെയ്തിട്ട് തിരിഞ്ഞു പോകുന്ന ഈ ഭാഗത്തു നിന്നൊക്കെയാണ്. ഇവിടെ ഏതാണ്ട് 901 മീറ്ററാണ്, അല്ലെങ്കിൽ 900 മീറ്റർ ഇവിടെ ലെന്ത് ഉണ്ട്. വരുന്ന ഷിപ്പ് ആവട്ടെ 240-250 മീറ്റർ ആയിരിക്കും ലെന്ത് വരിക. ഇത്രയും മീറ്ററുള്ള കാരണം ഇവിടെ നിന്ന് ഈസി ആയിട്ട് നമുക്ക് തിരിഞ്ഞു പോകാനും സാധിക്കും. ഫ്രണ്ട്സ്, ഇനി അടുത്തൊരു മെഷർമെൻറ്റ് എന്ന് പറയുന്നത് നമുക്കിതാണ് നമ്മുടെ പോർട്ടിലേക്കുള്ള ഗേറ്റ് പാസ് കിട്ടുന്ന, അതായത് പോർട്ടിനകത്തോട്ടുള്ള പ്രവേശന കവാടം എന്ന് പറയാൻ പറ്റുന്ന സ്ഥലം ഇവിടെയാണ്. മെയിൻ എൻട്രൻസ് ഇവിടെയാണ്. ഇവിടെ നമുക്ക് ഈ ഭാഗത്ത് നമുക്ക് NH66, ഞാൻ സൂം ഔട്ട് ചെയ്ത് കാണിക്കാം, NH66 വരെയുള്ള ദൂരം എത്രയാണ് നമുക്ക് നോക്കാം. ഇതിങ്ങനെയാണ് NH66ലേക്കുള്ള റോഡ് പോകുന്നത്. ഇതാണ് NH66 വരെ. ഏതാണ്ട് 1870 മീറ്ററാണ് നമ്മുടെ പോർട്ട് മുതൽ NH വരെയുള്ള ദൂരം. കണ്ടോ, ഈ ഇവിടുത്തെ പണികളെല്ലാം നടക്കുവാണ്. എത്രത്തോളം പണി കംപ്ലീറ്റ് ആയെന്ന് നമുക്കറിയില്ല. നമുക്ക് നോക്കാം എത്രത്തോളം പണി കംപ്ലീറ്റ് ആയെന്ന്. ഒന്നുകൂടി നമുക്ക് മെഷർമെൻറ്റ് ഇവിടെ നമുക്ക് നോക്കാം. കാരണം ക്ലാരിറ്റി കുറവായിരിക്കും, ഇത് വളരെ ക്ലാരിറ്റി കാണില്ല. നമ്മൾ ഈ കാണുന്ന വൈറ്റ് പോർഷനുള്ള ഇൻ്റർലോക്ക് ഇട്ട ഭാഗങ്ങളാണ്. ഇവിടെ ഒരു ചെറിയൊരു പാലമുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതാണെങ്കിൽ ഏതാണ്ട് 1360 മീറ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പോർഷൻ ഒരു പച്ച ഭാഗത്ത് കാണുന്നത് കംപ്ലീറ്റ് ആയി കാണുമ്പോൾ അറിയില്ല. നമ്മൾ ഈ വിഷ്വലിൽ കാണുന്നതാണ് 1360 മീറ്റർ, അതിൽ കൂടുതൽ കംപ്ലീറ്റ് ആയി കാണുമ്പോൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു കണക്ഷൻ റോഡായി നമുക്ക് NH-ആയിട്ട് പോർട്ടിനൊരു കണക്ഷൻ റോഡും വളരെ വേഗം തന്നെ പൂർത്തിയാകുന്നതായിരിക്കും. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകും, നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഈ ഇടയായിട്ട് നമ്മൾ കോമ്പൗണ്ട് വാളിൻ്റെ വീഡിയോയും കോമ്പൗണ്ട് വാൾ എങ്ങനെയാണെന്നൊക്കെ വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഭാഗത്തുനിന്ന് കോമ്പൗണ്ട് വാൾ കാണുമ്പോൾ എത്ര മീറ്ററാണ് ഈ ഭാഗത്തുനിന്ന് കോമ്പൗണ്ട് വാൾ കംപ്ലീറ്റ് ആയെന്ന് നമുക്ക് നോക്കാം. ഒരു ഉദ്ദേശമാണ് നമുക്ക് പോർട്ടിൻ്റെ എല്ലാ സൈഡിൽ നിന്ന് കോമ്പൗണ്ട് വാൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കില്ല. വളരെ കുറച്ച് ഭാഗത്തു നിന്നാണ് കോമ്പൗണ്ട് വാൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത്. ആ ഭാഗത്താണെങ്കിൽ നമുക്ക് മെയിൻ റോഡ് വരെയാണെങ്കിൽ 1410 മീറ്ററാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. പോർട്ട് ഫുള്ള് വരെ കോമ്പൗണ്ട് വാൾ എത്രയെന്ന് നമുക്കറിയില്ല. ഇവിടെ നിന്നൊക്കെയാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അത് കാരണം നമുക്ക് നമ്മളെ മുന്നിൽ കാണുന്ന കോമ്പൗണ്ട് വാൾ ഏതാണ്ട് 1410 മീറ്ററാണ്. ഇവിടെയും ഇവിടെ ഒരു ഗേറ്റൊക്കെ ഉണ്ട്. ഈ ഭാഗത്തൊക്കെ ഒരു ഗേറ്റൊക്കെ ഞാൻ കാണിക്കുകയുണ്ടായി.
അതുകൊണ്ട് 1.5 കിലോമീറ്ററാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ ഭാഗത്തുനിന്ന്. ബാക്കി കോമ്പൗണ്ട് വാളൊക്കെ കംപ്ലീറ്റ് ആയി, മൊത്തം കോമ്പൗണ്ട് വാൾ കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഈ ഭാഗത്തൊക്കെയാണ് ഇവിടെ നമുക്ക് കാണുന്ന മെഷർമെൻറ്റ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമുക്ക് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിൻ്റെ ഏകദേശം നമുക്ക് അറിയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മെഷർമെൻറ്റ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ ഒരു മെമ്പർ ആയി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും നോട്ടിഫിക്കേഷൻ നിങ്ങളിൽ എത്തുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.